യെമിനോനു ഫെറി സ്റ്റേഷനിൽ ഇറങ്ങി നടന്ന് നമ്മൾ മെയിൻ റോഡ് സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഈ റോഡ് ക്രോസ് ചെയ്ത് സുലൈമാനിയ മോസിലേക്ക് നടക്കുകയാണ് പരിപാടി. ഫെറി സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ ഈ സബ്വേ എടുത്ത് റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് മറുഭാഗത്തേക്ക് പോകാൻ സാധിക്കും. റോഡിൻ്റെ മറുഭാഗത്തുള്ള ഉയർന്ന പ്രദേശത്താണ് സുലൈമാനിയ മോസ്ക്. അപ്പോൾ ഈ എപ്പിസോഡിൽ സുലൈമാനിയ മോസ്കിൻ്റെയും പിന്നെ ഗ്രാൻഡ് ബസാറിൻ്റെയും ഒക്കെ കാഴ്ചകളാണ്. എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. തിരക്ക് പിടിച്ച ഒരു സബ്വേ ആണ്. ഒരുപാട് തെരുവ് കച്ചവടക്കാരും ഒക്കെ ആയിട്ട് വളരെ സജീവമാണ്. തീർച്ചയായിട്ടും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമായതിനാൽ ഏത് ഭാഗത്ത് നോക്കിയാലും ഒരുപാട് തെരുവ് കച്ചവടക്കാർ നമുക്ക് കാണാൻ സാധിക്കും. വളരെ തിരക്ക് പിടിച്ച സ്ഥലമാണ്. അപ്പം ഇതുവഴി നടന്ന് നേരെ റോഡിൻ്റെ മറുഭാഗത്തേക്ക് നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ തിരക്കുകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ട്രാം എടുക്കുന്നതിന് പകരം നടന്നു തന്നെ അങ്ങ് പോയേക്കാമെന്ന് കരുതി. ഏകദേശം ഒരു 950 മീറ്റേഴ്സ് മാത്രമേ നമുക്ക് സുലൈമാനിയ മോസ്കിലേക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ട്രാം എടുക്കാൻ പോയില്ല, കാരണം ഇനി ട്രാമിനൊക്കെ വെയിറ്റ് ചെയ്ത് സമയം പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുലൈമാനിയ മോസ്ക് ഏകദേശം 4:30 ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. 4:45 ക്ലോസ് ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് നടന്നു പോവാം. ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയുമില്ലാത്ത തിരക്കാണ്. ഇസ്താൻബുളിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഏരിയകളിലൊന്നാണ്. നടന്നു പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. സ്പൈസുകളും ഡ്രൈഡ് ഫ്രൂട്ട്സും ഡ്രൈഡ് ഫ്ലവേഴ്സും എന്ന് വേണ്ട സർവമാന സാധനങ്ങളും വിൽക്കുന്ന കടകളാണ് ഇതൊക്കെ. വൈൻ ലീവ്സ് ഒക്കെ വെച്ചിരിക്കുന്നു. ഉപ്പിലിട്ട വസ്തുക്കള്, ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഡേറ്റ്സ് ഉൾപ്പെടെയുള്ള ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഇങ്ങനെ പലവിധ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ തെരുവിൽ കൂടെ നടന്നു വേണം നമുക്ക് സുലൈമാനിയ മോസ്കിലേക്ക് പോകാനായിട്ട്. വളരെ സജീവമായ ഒരു സ്ഥലമാണ്. വളരെ വളരെ തിരക്ക് പിടിച്ച ഒരു സ്ഥലം. ഈ ഭാഗത്തൂടെ നടന്ന് നമുക്കിവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് വേണം പോകാനായിട്ട്. ഇതാണ് ഇസ്താൻബുളിലെ തിരക്ക്. ഇതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും വിദേശ ടൂറിസ്റ്റുകൾ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് എത്തുന്ന ടൂറിസ്റ്റുകൾ, അവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നും നമുക്ക് വലത്ത് തിരിഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം താമസിയാതെ ഒരു സ്റ്റീപ്പായിട്ടുള്ള റോഡാണ്. ഈ കയറ്റം കയറി ചെല്ലുമ്പോഴേക്കും നമുക്ക് സുലൈമാനിയ മോസ്കിലേക്ക് എത്താം. സത്യത്തിലൊരു 1.5 നടപ്പായിരുന്നു. അതായത് ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള റോഡാണ്. ഇങ്ങനത്തെ താഴ്ഭാഗത്തോടാണ് നമ്മൾ നടന്നെത്തിയിരിക്കുന്നത്. കണ്ടില്ലേ? ഇനിയും മുകളിലേക്ക് കയറ്റമാണ്. അങ്ങനെ കയറി മുകളിലേക്ക് ചെന്നിട്ട് റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് സുലൈമാനിയ മോസ്കിലേക്കുള്ള വഴിയാണ്. വലത്തേക്ക് തിരിയുക. അയ്യോ, അങ്ങനെ നമ്മൾ നടന്ന് സുലൈമാനിയ മോസ്കിലെത്തിയിരിക്കുകയാണ്. ഒരു ചില്ലറ നടപ്പല്ല നടന്നത്. ശരിക്കും 950 മീറ്റേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കുത്തനെയുള്ള കയറ്റമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആ യാത്ര, നടപ്പ് വളരെ പ്രയാസകരമാക്കുന്നു. നമ്മളെ സ്വീകരിക്കാൻ എന്ന മട്ടിൽ ഒരു
ചെറുതല്ലാത്ത ഒരു നായ അവിടെ നിൽപ്പുണ്ട്. വലിയ ഗൗരവഭാവത്തിലാണ് പുള്ളി. ഹലോ, നമ്മളെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. കണ്ടാലേ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ എന്നുള്ള രീതിയിലാണ്. എൻ്റെ ചെവിയിൽ എന്തോ സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഷൂ പോളിഷ് ചെയ്യാനായിട്ട് ഒക്കെ ഒരാൾ ഇരിപ്പുണ്ട്. അങ്ങനെ സുലൈമാനിയ മോസ്കിൻ്റെ ഒരു കവാടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സുലൈമാനിയ മോസ്ക്. വളരെ പ്രൗഢി നിറഞ്ഞ ഒരു മോസ്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടോമൻ സാമ്രാജ്യത്തിലെ ഒരുപക്ഷെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു സുലൈമാൻ. ഏറ്റവും കൂടുതൽ കാലം ഒട്ടോമൻ സുൽത്താനായിരുന്ന ആളാണ് സുലൈമാൻ ദി മാഗ്നിഫിസൻറ്റ്. ശരിക്കും ഒട്ടോമൻ സാമ്രാജ്യത്തിലെ ഗോൾഡൻ പീരീഡ് ആയിരുന്നു 1520 മുതൽ 46 വർഷങ്ങൾ നീണ്ട അദ്ദേഹത്തിൻ്റെ ഈ ഭരണകാലം. ലീഗൽ റീഫോംസ്, മിലിറ്ററി ക്യാമ്പയിൻസ്, കൾച്ചറൽ പേട്രണേജ്, ആർക്കിടെക്ചറൽ ലെഗസി, ഇങ്ങനെ പല കാര്യങ്ങളാണ് സുലൈമാനെ ഒരു മാഗ്നിഫിസൻ്റ് എന്ന ആ ഒരു ടൈറ്റിലിന് യോഗ്യനാക്കിയെന്ന് പറയും. ദാസിയായിരുന്ന റൊക്സലാനയെ വിവാഹം ചെയ്ത് ഹുറം എന്ന പേരിൽ സുൽത്താനയാക്കിക്കൊണ്ട് പേഴ്സണൽ ലൈഫിലും അദ്ദേഹം വ്യത്യസ്തത പുലർത്തി. അതാണ് സുൽത്താൻ സുലൈമാൻ. 17 ഏക്കറോളം സ്ഥലത്ത് ഹോസ്പിറ്റലും സ്കൂളും പാചകപ്പുരയും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു കോംപ്ലക്സ് ആയിട്ട് മിമാർ സിനാൻ എന്ന പ്രശസ്ത ഓട്ടോമൻ ആർക്കിടെക്റ്റാണ് ഈ മോസ്ക് സുലൈമാൻ്റെ നിർദ്ദേശപ്രകാരം 1557 കംപ്ലീറ്റ് ചെയ്യുന്നത്. സുലൈമാനെയും ഹുറം സുൽത്താനെയും ഖബറടക്കിയിരിക്കുന്നത് ഈ മോസ്കിലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയൊരു മോസ്കാണ്. വളരെയധികം ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. ഹാഗിയ സോഫിയ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു മോസ്കാണിത്. വളരെ വലിയൊരു മോസ്കാണ് സുലൈമാനിയ മോസ്ക്. പ്രൗഢഗംഭീരമായ ഒരു മോസ്ക് തന്നെയാണ്. അപ്പോൾ സുലൈമാനിയ മോസ്കിൻ്റെ പ്രൗഢഗംഭീരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് സുലൈമാനിയ മോസ്ക്. തീർച്ചയായിട്ടും സുലൈമാൻ ദി മാഗ്നിഫിഷ്യൻറ്റിൻ്റെ ആ ഒരു പ്രൗഢിക്ക് ചേർന്ന വിധത്തിലുള്ള ഒരു മോസ്ക് തന്നെയാണ്. വളരെ ഗംഭീരമായ ഒരു നിർമ്മിതി. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രധാന കവാടമാണ്. അതിലൂടെ കടന്ന് നമ്മൾ ഈ മോസ്കിൻ്റെ കാഴ്ചകളിലേക്ക് എത്തിച്ചേരും. മോസ്കിൻ്റെ ഉൾഭാഗത്തേക്ക് കടക്കാനുള്ള പ്രവേശന കവാടമാണ്. ഇവിടെ നമ്മൾ പാദരക്ഷകളൊക്കെ ഊരി വെച്ചതിന് ശേഷം വേണം ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. Kanka ayakkabılarımızı alalım böyle gidelim. Gel. Şuralardan girsen tamam. മഗ്രിബ് പ്രയർ നടക്കുന്ന സമയമാണ്. എന്നാലും ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ല. പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം, കാഴ്ച കാണേണ്ടവർക്ക് കാഴ്ച കാണാം. തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ളൊരു മോസ്കാണ്. പ്രയറിൻ്റെ സൗണ്ടും മനോഹരമായ ആംബിയൻസും എല്ലാം നല്ലൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ് കിട്ടുന്നത്.
ഇനി നമുക്ക് പുറത്തിറങ്ങി മുസോളിയത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയാണ് സുലൈമാൻ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ സുൽത്താൻ്റെ മുസോളിയം. സുൽത്താൻ സുലൈമാൻ്റെ ഖബറിടമാണ് നമ്മൾ കാണുന്നത്. നേരെ കാണുന്നത് സുൽത്താൻ്റെ ഖബറിടമാണ്. ഇപ്പോൾ നമ്മൾ സുൽത്താൻ്റെ ഖബറിടം കണ്ടു. ഇനി വരുന്നത് ഹുറം സുൽത്താനയുടെ ഖബറിടമാണ്. സുൽത്താൻ്റെ മകളുടെയും ഖബറിടം ഇവിടെ തന്നെയാണ്. ഹുറൈം സുൽത്താൻ. സുൽത്താൻ്റെ മുസോളിയവും അത് സുൽത്താൻ്റെ ഭാര്യ ഹുറം സുൽത്താൻ്റെ മുസോളിയം. ഒട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ്, മന്ത്രിമാർ, അങ്ങനെയൊക്കെയുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള പ്രമുഖ വ്യക്തികളെയൊക്കെ അടക്കിയിരിക്കുന്ന ഖബറുകളാണ് ഈ കാണുന്നവയൊക്കെയും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ കുറേ കൂടെ വലിയ ഖബറിടങ്ങളാണ്. തീർച്ചയായും ഇത് ഭരണകൂടത്തിലെ സാരഥികളായ പാഷാമാരും അതുപോലെയൊക്കെയുള്ള ആൾക്കാരുടെയൊക്കെ ഖബറിടങ്ങളാവാം. ഇത്തരത്തിൽ പ്രത്യേകതയോടുകൂടി ഉള്ള ഖബറിടങ്ങളൊക്കെ. ഇവിടെയും ഒരു വലിയ ഖബറിടം കാണാൻ സാധിക്കും. ഇതൊക്കെ തീർച്ചയായും പ്രമുഖ വ്യക്തികളുടെ ഖബറിടങ്ങളാവാം. അങ്ങനെ സുലൈമാനിയ മോസ്കിൻ്റെ കാഴ്ചകളൊക്കെ പൂർണ്ണമായി. ഇസ്താൻബുളിൽ ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്. ഇനി നാം ആ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ബോസ്ഫറസ് കടലിടുക്കിൻ്റെ ഒരു വ്യൂ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ബോസ്ഫറസ് കടലിടുക്കിൻ്റെ ഈ ഒരു മനോഹരമായ കാഴ്ചയും ഈ പരിസര പ്രദേശങ്ങളും ഇപ്പോൾ തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ള ഒരു മോസ്ക് സ്ഥാപിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ലൊക്കേഷൻ തന്നെയാണ്. അവിടെ തന്നെയാണ് ഇത് പണിതിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സുലൈമാനിയ മോസ്കിൽ നിന്ന് ഇറങ്ങി നേരെ ലെഫ്റ്റിലോട്ട് നടന്ന് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ദൂരത്തിലാണ് ഗ്രാൻഡ് ബസാർ ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് ബസാറിൻ്റെ കാഴ്ചകളും കൂടെ ഒപ്പിയെടുത്തിട്ട് ഇസ്താൻബുളിൻ്റെ നഗരഹൃദയമായ മറ്റു ഭാഗങ്ങളിലേക്ക്, ടാക്സിം സ്ക്വയറും അതുപോലെയുള്ള ഭാഗങ്ങളിലേക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഗലാട്ട ടവർ അതുപോലെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോകാമെന്നാണ് കരുതുന്നത്. എൻ്റെ പുറകെ നടന്ന് ഒരു ടർക്കിക്കാരനായ അപ്പച്ചൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്നുണ്ട്. തുർക്കി ഭാഷയിലുള്ള എന്തോ പാട്ടോ മറ്റോ ഒക്കെ ആയിരിക്കണം. പാടി വളരെ ജോളിയായിട്ട് അങ്ങനെ നമ്മുടെ ടർക്കിഷ് അപ്പച്ചൻ ഇങ്ങനെ നമുക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തുർക്കിക്കാരൻ്റെ അപ്പച്ചൻ ചിലപ്പോൾ നമ്മളെ പള്ളു പറയുന്നതാണോ ചീത്ത വിളിക്കുന്നതാണോ എന്നൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ഗ്രാൻഡ് ബസാറിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. ഇതും കുത്തനെയുള്ള റോഡുകളൊക്കെയാണ്. എന്തായാലും
ആരോഗ്യത്തിന് നല്ല ഒരു പരിപാടിയാണ് ഈ റോഡുകളിലൊക്കെ നടന്നു തന്നെ പോകുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് ബസാറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് ഗ്രാൻഡ് ബസാർ. ബസാറിൻ്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നിലേക്കാണ് നമ്മൾ നടന്നു ചെല്ലുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള കവേർഡ് മാർക്കറ്റ് എന്ന നിലയ്ക്ക് അനേകായിരം ടൂറിസ്റ്റുകളാണ് വർഷം തോറും ഇവിടെ എത്തുന്നത്. ഒട്ടോമൻസ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ കാലത്ത് തന്നെ പണി കഴിപ്പിച്ച മാർക്കറ്റാണിത്. ഇരുപത്തിരണ്ടോളം ഗേറ്റുകളാണ് ഗ്രാൻഡ് ബസാറിനുള്ളത്. അതുപോലെ അനേകായിരം പ്രോഡക്ട്സുകളും ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ഐറ്റംസ് ആണ്. ലെതർ ഐറ്റംസ്, ബാഗ് ഐറ്റംസ്, ക്ലോത്ത്സ് എന്ന് വേണ്ട ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ ഇസ്താൻബൂളിലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്, കച്ചവടത്തിനുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട് ഈ ഗ്രാൻഡ് ബസാർ. എത്രയോ കാലം പഴക്കമുള്ള ഒരു സ്ഥാപനമാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഭരണാധികാരികളുടെ ആ ഒരു കാഴ്ചപ്പാട്, ഇങ്ങനെ ഒരു ഗ്രാൻഡ് ബസാർ നിർമ്മിച്ചപ്പോൾ അത് എത്രയോ കാലങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. മിക്ക ഷോപ്പുകളും ഓൾറെഡി ഷട്ടർ ഇട്ട് തുടങ്ങി. കടകളൊക്കെ അടച്ചു തുടങ്ങുന്നത് കാണാം. ഗ്രാൻഡ് ബസാറിന്റെ പ്രധാന കവാടമാണിത്. 1461 സ്ഥാപിതമായ ഒന്നാണ് ഈ ഗ്രാൻഡ് ബസാർ. ഈ കവാടത്തിനുള്ളിലേക്ക് കയറിയാൽ ഒരു കവേർഡ് ഏരിയയാണ്, ഷോപ്പിംഗ് ഏരിയ തന്നെയാണ്. ഗ്രാൻഡ് ബസാറിന്റെ പുറം ഭാഗത്തുള്ള കാഴ്ചകളാണ് ഇതുവരെ കണ്ടത്. ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ കവേർഡായിട്ടുള്ള ഒരുപാട് കോറിഡോറുകളായി വിശാലമായ ഷോപ്പിംഗ് ഏരിയയാണ്. അതിനുള്ളിലൂടെ നടന്ന് നമുക്ക് ഷോപ്പിംഗ് എൻജോയ് ചെയ്യാം. എന്തായാലും 5 മണി ആയപ്പോഴേക്ക് ഈ മെയിൻ ഗേറ്റ് ക്ലോസ് ആയി കഴിഞ്ഞു. അപ്പോൾ ഗ്രാൻഡ് ബസാറിൻ്റെ കാഴ്ചകൾ കണ്ടു. ഇനി നമുക്ക് ഗലാട്ട ടവർ പറ്റുമെന്നുണ്ടെങ്കിൽ പോയി കാണണം. അത് കഴിഞ്ഞിട്ട് ടാക്സിം സ്ക്വയർ അതുപോലെയുള്ള ഭാഗങ്ങളിലേക്ക്, സിറ്റിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് പോകുക. അവിടെ നമുക്ക് കാഴ്ചകൾ കണ്ടിന്യൂ ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.